രോഹിത് വെർമൂല കേസിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകം പുറത്ത്. രോഹിത്തിന്റെ മരണത്തിൽ ABVP BJP നേതാക്കന്മാരെ ആരോപണ വിധേയരാക്കിയത് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് തെളിയിക്കുകയാണ് പോലീസ് റിപ്പോർട്ടിലൂടെ. തന്റെ യഥാർത്ഥ ജാതി സംബന്ധിച്ച വിവരം പുറത്തുവരുമെന്ന ഭയത്തിലാണ് രോഹിത് വെർമൂല ആത്മഹത്യ ചെയ്തതെന്ന കേസ് അവസാനിപ്പിച്ച പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ദളിതനല്ലെന്ന് വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, നോക്കൂ, BJP നേതാക്കളെയും ABVP നേതാക്കന്മാരെ എല്ലാം മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് നടത്തിയ ഒരു രാഷ്ട്രീയ നാടകത്തിന് തിരശ്ശീല വീണിരിക്കുകയാണ്. ഇതിലൂടെ തിരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് വലിയ തിരിച്ചടിയല്ലേ പ്രതീക്ഷിക്കേണ്ടത്? ദേവിക, ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള രോഹിത് വെർമുലയും കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ റിപ്പോർട്ടാണ് ഇന്ന് തെലങ്കാന പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന് അനുബന്ധം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന് അനുബന്ധമായിട്ടാണ് ഈ കേസ് അവസാനിപ്പിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് നിർണായകമായിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആത്മഹത്യ ചെയ്തിട്ടുള്ള രോഹിത് വെർമുല ദളിതനല്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ദേവിക സൂചിപ്പിച്ചതുപോലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വെർമുല ദളിതനാണ്, അല്ലെങ്കിൽ ഒരു ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അതിന്റെ കാരണം സർവകലാശാല അധികൃതരും ഒപ്പം ആ സർവകലാശാലയിലെ ABVP നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമാണ്. അല്ലെങ്കിൽ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനിക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസും ഇടത് സംഘടനകളും ഹൈദരാബാദിലും ഒപ്പം കേരളത്തിലും രാജ്യതലസ്ഥാനത്തുമായി വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഈ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ഒരു രാഷ്ട്രീയ വിഷയമായി ഉപയോഗിച്ചുകൊണ്ട് അത് ABVPക്കും BJP നേതാക്കൾക്കും ആ സർവകലാശാലയിലെ അധികൃതർക്കും ഒപ്പം കേന്ദ്രമന്ത്രിക്കുമെതിരെയുള്ള ഒരു ആയുധമായി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയത്. പല സർവകലാശാലയിലും ആ പ്രതിഷേധങ്ങൾ ഒരു കലാപത്തിന്റെ വക്കിലേക്ക് വരെ എത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അത്തരം പ്രതിഷേധങ്ങളും കലാപശ്രമങ്ങളും എല്ലാം നടന്നത് ഒരു വ്യാജ പ്രചരണത്തിന്റെ പേരിലായിരുന്നു എന്നുള്ളതാണ് ഈ പോലീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന്, രോഹിത് വെർമുല ദളിതനായിരുന്നില്ല. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോളേജിൽ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയിട്ടുള്ളത്. അത്തരത്തിൽ ആ ജാതി സർട്ടിഫിക്കറ്റിന്റെ വിവരങ്ങൾ പുറത്തു വരുമെന്ന വലിയ ഭയം രോഹിത് വെർമുലയെ അലട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രോഹിത് വെർമുലയുടെ ആത്മഹത്യക്ക് ആരെങ്കിലും കാരണമായിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ് തെലങ്കാന പോലീസ് തെലങ്കാന ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇപ്പോൾ തെലങ്കാന ഭരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസ് സർക്കാരാണ്. അത്തരത്തിൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ തന്നെയാണ് തെലങ്കാന പോലീസ് രോഹിത് വെർമുല വിഷയത്തിൽ രോഹിത് വെർമുലയുടെ ആത്മഹത്യക്ക് കാരണമായി ആരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതായത് മുൻപ് കോൺഗ്രസും ഇടതു പാർട്ടികളും എല്ലാം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ വെറും പൊള്ളയായിരുന്നു. പൊള്ളയായൊരു ആരോപണത്തിന്റെ പേരിലായിരുന്നു വലിയ പ്രതിഷേധ നാടകങ്ങൾ കോൺഗ്രസും ഇടതു സംഘടനകളും രാജ്യത്തെ ക്യാമ്പസുകളിലും പൊതുയിടങ്ങളിലും നടത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദേവിക, ജിഷ്ണു, കേസിൽ ആരോപണ വിധേയരായിരുന്ന അന്നത്തെ സെക്കന്ദരാബാദ് MP ബണ്ഡാരു ഭട്ടാദേയ, MLC ആയിരുന്ന N രാമചന്ദ്ര റാവു, സർവകലാശാല വൈസ് ചാൻസലർ അപ്പ റാവു, ABVP നേതാക്കൾ, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എന്നിവർക്കൊന്നും പങ്കില്ലെന്ന റിപ്പോർട്ടാണ്, അതായത് നിർണായകമായ റിപ്പോർട്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ പോലീസാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ വലിയ തരത്തിൽ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ദേവിക, തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസും ഇടതു സംഘടനകളും എല്ലാം തന്നെ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് എത്രത്തോളം വസ്തുതകളുണ്ട്, അല്ലെങ്കിൽ അതിനെത്രത്തോളം അടിസ്ഥാനമുണ്ട് എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നതാണ് പോലീസിന്റെ ഈ റിപ്പോർട്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ രോഹിത് വെർമുല എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു, അതൊരു വസ്തുതയാണ്. പക്ഷേ അത് ഒരു ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാൻ കാരണം ക്യാമ്പസിനകത്തെ ചില പ്രശ്നങ്ങളാണ്, ക്യാമ്പസിന് അകത്ത് അധികൃതരുടെ പ്രശ്നങ്ങളാണ്, ഒപ്പം ക്യാമ്പസിനകത്തെ ABVP നേതാക്കളുടെ പ്രശ്നമാണ്. അതിൽ MP-ക്ക് പങ്കുണ്ട്, ഒപ്പം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് അതിൽ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ABVP നേതാക്കൾ ഉൾപ്പെടെ നേരിടുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരം ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിന്റെ കീഴിലുള്ള തെലങ്കാന പോലീസ് ഇപ്പോൾ തെലങ്കാന ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്.
ചെയ്തിട്ടുള്ളത്. ഈ രോഹിത് വെമുലയുടെ ആത്മഹത്യക്ക് ആരെങ്കിലും കാരണക്കാരായതോ അല്ലെങ്കിൽ രോഹിത് വെമുലയുടെ ആത്മഹത്യയിലേക്ക് ആരെങ്കിലും അതിൽ പങ്കുള്ളതായോ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വലിയ ഭയം രോഹിത് വെമുലയെ അലട്ടിയിരുന്നു. വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അഡ്മിഷൻ നേടിയിട്ടുള്ളത്. രോഹിത് വെമുലയുടെ കുടുംബം അറിഞ്ഞുകൊണ്ടാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. രോഹിത് വെമുലയുടെ അമ്മയ്ക്ക് ഈ വിഷയം അറിയാമായിരുന്നു. ഇക്കാര്യം ഈ ചോദ്യം ചെയ്യലിൽ അമ്മ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ റിപ്പോർട്ടിൽ അത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പരിശോധിച്ചു വരുന്നത്. രോഹിത് വെമുല കേസിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകം പുറത്ത്. രോഹിത്തിന്റെ മരണത്തിൽ ABVP BJP നേതാക്കന്മാരെ ആരോപണ വിധേയരാക്കിയത് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് തെളിയിക്കുകയാണ് പോലീസ്. തന്റെ യഥാർത്ഥ ജാതി സംബന്ധിച്ച വിവരം പുറത്തുവരുമെന്ന ഭയത്തിലാണ് രോഹിത് വെമുല ആത്മഹത്യ ചെയ്തതെന്ന കേസ് അവസാനിപ്പിച്ച് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ദളിതനല്ലെന്ന് വ്യക്തമാക്കുന്നത്. സമഗ്രമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.